നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്തൊരു മണ്ടൻ തീരുമാനാ നാത്തൂനെ. ആ നരുന്തു പെണ്ണിനെ പേടിച്ച് നാത്തൂൻ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലും നല്ലത് ആ ഗംഗയെ അങ്ങ് തട്ടിക്കളയുന്നല്ലേ. എന്നിട്ട് നല്ലൊരു വക്കീലിനെ വെച്ചാൽ ചിലപ്പോ ശിക്ഷ കിട്ടാതെ രക്ഷപ്പെട്ടൂന്നിരിക്കും. ഇത് ഞാൻ കഴിക്കുന്നതേ എന്റെ ജീവിതം അവസാനിപ്പിക്കാനല്ല, ആ ഗംഗയെ ഇവിടുന്ന് പുറത്താക്കാനാ. അതെങ്ങനെ? മഹിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് മാളുവിനെയാ. അത് കഴിഞ്ഞ എന്നെയും. അത് കഴിഞ്ഞേ ഗംഗയ്ക്കും ഗൗരിക്കും ഒക്കെ അവന്റെ മനസ്സിൽ സ്ഥാനമുള്ളൂ. അവന്റെ ബലഹീനതകൾ അറിഞ്ഞു വേണം നമ്മൾ കരുക്കൾ നീക്കാൻ. എനിക്കോ മാളുവിനോ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ പ്രതികരിക്കും. മുന്നിൽ നിൽക്കുന്നത് എത്ര പ്രിയപ്പെട്ടവരായാലും മഹി അന്ധമായി പ്രതികരിക്കും. അങ്ങനെ മഹി തന്നെ ഗംഗയെ ഇവിടുന്ന് ഇറക്കി വിടണം. അത്തരം ഒരു സിറ്റുവേഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സംഭവം വർക്കാവുന്ന ഐഡിയ ആണ്, പക്ഷേ റിസ്ക് അല്ലേ ഇത്? അതേ നാത്തൂനെ, എലിയെ പേടിച്ച് ഇല്ലം ചുടുകാന്ന് പറയുന്നത് പോലെയാ എനിക്ക് ഈ ഐഡിയ കേട്ടിട്ട് തോന്നുന്നേ. വിഷം കഴിക്കാന്നൊക്കെ പറഞ്ഞാ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഉള്ളിൽ ചെന്ന് അവയവങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാ വേറെ വാങ്ങി വെക്കാൻ പറ്റുന്ന സാധനമൊന്നും അല്ലെങ്കിൽ പിന്നെയുള്ള ജീവിതം വൻ ദുരന്തമായി പോകും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ റിസ്ക് എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് കഴിയാതെ വരും. എന്നാലും സ്വന്തം ജീവൻ വെച്ച് ഇങ്ങനൊരു കളി വേണോ? വേണം ഹൈമാവതി. ഞാനിത് തീരുമാനിച്ചു കഴിഞ്ഞു. എങ്ങനെയും ഗംഗയെ ഇവിടുന്ന് പുറത്താക്കിയേ പറ്റൂ. അവൾ എന്റെ മക്കളെ തൊട്ട് കളിക്കാൻ തുടങ്ങി. ഇനി ഇത് വിട്ടുകൊടുത്താ നാളെ അവള് നമ്മോട് നേരിട്ട് യുദ്ധം പ്രഖ്യാപിക്കും. അങ്ങനെ അവള് വളരാൻ ഞാൻ സമ്മതിക്കില്ല. ഇതോടെ അവള് തീരണം. എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് അവള് പുറത്താവണം. ആ ശരി, നാത്തൂന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞങ്ങള് നാത്തൂന്റെ കൂടെ തന്നെയുണ്ട്. ഞങ്ങൾ എന്ത് സഹായം ചെയ്യണമെന്ന് നാത്തൂൻ പറഞ്ഞാ മതി. ഗംഗയുടെ കൈകൊണ്ട് അവൾ എനിക്കുണ്ടാക്കി തരുന്ന ആഹാരത്തിൽ വേണം ഈ വിഷം ചേർക്കാൻ. അത് ഗംഗ അറിയാതെ വേണം ചെയ്യാൻ. അത് ശ്രേയ ചെയ്യണം. ശരി ആന്റി, ഞാനത് ചെയ്യാം. വിഷം ഉള്ളിൽ ചെന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻകൈ എടുക്കണം. ഓക്കെ ആന്റി, ഞങ്ങളത് നോക്കിക്കോളാം. അത്രയും മതി. ഇത്തവണ നമ്മൾ ഗംഗയെ ഇവിടുന്ന് പുറത്താക്കിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.